നീ അവനെ കണ്ട് പഠിക്കുക എന്ന് പറയാറില്ലേ മക്കളോടൊക്കെ? ഒരിക്കലും നിങ്ങൾ പറയരുത്. കാരണം നിങ്ങളെ മക്കൾ മറ്റൊരാളെ കണ്ടല്ല പഠിക്കേണ്ടത്. അവന് അവൻ്റേതായ ഒരു കഴിവുണ്ട് എന്ന് അവന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും രക്ഷിതാക്കൾ ഇത് തിരിച്ചറിയാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അവനെ കണ്ട് പഠിക്കുക എന്ന് പറയുന്നതിലൊക്കെ ഉപരി നീ എന്താണ് മകനെ ചിന്തിക്കുന്നത്, നീ അതിന് പിറകെ നമ്മൾ പറയേണ്ടത്. പല രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മകൻ ഡോക്ടറാവാനാണ്, ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മകൻ ഒരു എൻജിനീയർ ആവാൻ. പക്ഷേ ആ മകന് വ്യക്തമായ ധാരണയുണ്ടാവും. അപ്പോഴായിരിക്കും നിങ്ങളെ മക്കളോട് പറയുക, നീ മറ്റവനെ കണ്ട് പഠിക്കുക. ഒരിക്കലും നിങ്ങൾ പറയരുത്. കാരണം നിങ്ങളെ മകന് ഏറ്റവും കഴിവുള്ള വ്യക്തിയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു സമയമാണ് യഥാർത്ഥത്തിൽ അത്. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാവാനാണ് നിങ്ങളെ മകൻ ശ്രമിച്ചിട്ടുള്ളത്. എല്ലാവരും ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ അവൻ ചിന്തിക്കുന്നത് വ്യത്യസ്തമായ ദിശയിലാണ്. ആ സമയത്ത് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഒരിക്കലും നീ അവനെ കണ്ടു പഠിക്കുക എന്നല്ല, മകനെ നീ എന്താണ് ഉദ്ദേശിക്കുന്നത്, നീ ആഗ്രഹിക്കുന്ന വഴി നീ മുന്നോട്ട് പോ, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്നാണ്. ഇവിടെയാണ് പല വിദ്യാർത്ഥികളാണെങ്കിലും പല മക്കളാണെങ്കിലൊക്കെ വഴി തെറ്റിപ്പോകുന്നത്. നമ്മൾ വിചാരിക്കും ഡ്രഗ്സും കഞ്ചാവും കള്ളും ഇത്തരം ലഹരി മാഫിയയിലും അനാശ്വാസത്തിലൊക്കെ പെട്ടുപോകുമ്പോൾ മാത്രമാണ് മക്കൾ വഴി തെറ്റിപ്പോകുന്നത് എന്ന്. അവൻ്റെ കരിയർ ബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ടായിരിക്കണം. ഒരിക്കലും അവനോട് നിങ്ങൾ പറയാൻ പാടില്ല മറ്റൊരു വിധത്തിലുള്ള ഡയറക്ഷൻ നിങ്ങൾ അവനെ കൊടുക്കരുത്. അവന് ചിന്തിക്കുന്നത് അവന് ചെയ്യാൻ നിങ്ങൾ പ്രേരിപ്പിക്കണം.